ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നും വാങ്ങുന്ന കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മിക്കവർക്കും ഒരു സംശയമുണ്ട്, കണ്ടൻസ്ഡ് മിൽക്കും മിൽക്ക് മെയ്ഡും ഒന്നാണോ എന്ന്. എന്നാൽ രണ്ടും ഒന്ന് തന്നെയാണ്. മിൽക്ക് മെയ്ഡ് എന്നുള്ളത് ബ്രാൻഡ് നെയിമാണ്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലും 1 കപ്പ് പഞ്ചസാരയുമാണ്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാലൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര ഇടാം. ഇനി പാല് ഒന്ന് തിളച്ചു വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഞാനതാണ് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തത്. സ്റ്റീലൊക്കെ ആണെങ്കിൽ വേഗം ചിലപ്പോൾ നമ്മൾ ഇളക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയാൽ അടിയിൽ പിടിക്കും. അപ്പോൾ അതിൽ നല്ലത് നോൺ സ്റ്റിക്ക് പാത്രമാണ്. നമ്മൾ ഇനി കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പാല് ഒരു ചെറുതായി കുറുകി വരുന്നുണ്ട്. ഇനിയും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ആദ്യം ഒരു 10 മിനിറ്റ് ആയപ്പോഴേക്കും അല്പം കുറുകി തുടങ്ങിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു 10 മിനിറ്റും കൂടി വെച്ചു. അപ്പോൾ ഈ ടോട്ടൽ നമ്മളിപ്പോൾ 20 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതൊരു തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയാവും. ഇനി ഇത് നമ്മൾ വളരെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വളരെ ശ്രദ്ധിക്കണം. വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കുറച്ചുകൂടി തിക്കായി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയാണ് ഇതിന് ആവശ്യം. ഇനി നമുക്കിത് ഒരു സെർവിങ് ബൗളിലോ ഗ്ലാസ്സിലോ എന്തിലാന്ന് വെച്ചാൽ മാറ്റാം. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചുകൂടെ തിക്കാവും. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് തണുത്ത് വന്നപ്പോഴേക്കും നല്ല പോലെ തിക്കായിട്ടുണ്ട്. ഇനി നിങ്ങളെല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കണം. ചിലർ ഇതിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബേക്കിംഗ് സോഡ വേണമെന്നില്ല. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.